പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തുമോ എന്നതിലാണ് ഇപ്പോൾ ഉള്ള ഒരു ആകാംക്ഷ. നിർണായക തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. പ്രചാരണം നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കണമെന്നാണ് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നതെന്നാണ് വിവരം. വൻ പരാജയത്തിൽ നേതൃമാറ്റ ആവശ്യമുയർന്നതിനിടെ CPIM CPI നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടരുകയാണ്. നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന CPI നേതാക്കൾ രംഗത്ത് വന്നു. ഭരിക്കുന്നവരോടുള്ള വിരോധം, പാർട്ടികളോടുള്ള വിരോധം അണികളിലും അനുഭാവികളിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാതെ ശ്രദ്ധിക്കാതെ ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന ഒരു നിലയെടുക്കുന്നൊരവസ്ഥ പലരിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം എന്ന് ഈ പാർട്ടി അനുഭാവികളും അണികളും തീരുമാനിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് കാരണം. അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. 1980 ഇടതുമുന്നണി ഉണ്ടായതിനു ശേഷം ഇത്രത്തോളം വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളൊരു കാലമുണ്ടായിട്ടില്ല. അതിൻ്റെ എല്ലാം ഗുണം ഇടുക്കിയിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിമാർ ഇടുക്കിയിൽ ജയിച്ചു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജനങ്ങളുടെ യജമാനന്മാരായി പാർട്ടി നേതാക്കന്മാർ മാറിയാൽ അവർക്കത് പൊറുക്കാൻ കഴിയില്ല, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും. അതുകൊണ്ട് സീറ്റിൻ്റെ എണ്ണം പ്രശ്നമല്ല, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച് തുറന്ന ചർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ട്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒരു ഭാഗത്ത് നേതൃമാറ്റ ആവശ്യം ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയന്റെ ശൈലി, MV ഗോവിന്ദന്റെ ശൈലി, ഇതൊക്കെ തിരിച്ചടിക്ക് കാരണമായെന്ന് പറയുന്നു. ഒപ്പം തന്നെ കണ്ണൂർ CPIMൽ നിന്നും വലിയ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഉയരുന്നു എന്ന വാർത്തകൾ വരികയാണ്. ഇപ്പോൾ നടക്കുന്ന യോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാനാകണം 4 മണിക്ക് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുന്നതും. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുജ, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ആരംഭിച്ചിരിക്കുന്നത്. തോൽവിക്ക് കാരണമായി ഒട്ടനവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ പോരാ, മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള എതിർപ്പ് വലിയ തോതിൽ സംസ്ഥാനത്തുടനീളം ആഞ്ഞടിച്ചു. അതൊരു UDF തരംഗത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് വലിയ തോൽവി കേരളത്തിൽ CPIMനും അത് നയിക്കുന്ന LDFനും ഉണ്ടായത് എന്നാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. എന്നാൽ ഇതിന് സമാനമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ CPIM നേതാക്കൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണിക്ക് വീണ്ടും സെക്രട്ടേറിയറ്റ് യോഗം പുനരാരംഭിക്കുകയാണ്. സാധാരണ ഉച്ച കൊണ്ട് അവസാനിക്കുകയാണ് സെക്രട്ടേറിയറ്റ് യോഗങ്ങളുടെ ഒരു പതിവ്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിനായി ചേരുന്ന യോഗം ഒരു മുഴുവൻ ദിവസ യോഗമായി മാറുന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്കാണ് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിലുള്ള ചർച്ച നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ആദ്യം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ എന്താണെന്നതിനെ പറ്റിയുള്ള പരിശോധനയാണ്. എന്തായാലും തോൽവിക്ക് കാരണമായിട്ട് വെള്ളാപ്പള്ളി നടേശനോടുള്ള പിന്തുണ, ഒപ്പം തന്നെ SDPയുടെ സഹകരണം തേടാൻ തീരുമാനിച്ചടക്കമുള്ള നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സർക്കാരിനോടുള്ള എതിർപ്പല്ല, മറിച്ച് ഭരണശൈലിയോടുള്ള എതിർപ്പ്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് ആയിരുന്നു പ്രധാനമായിട്ടുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അതേ നിലയ്ക്കുള്ളൊരു നിലപാടിലേക്ക് CPIM സെക്രട്ടേറിയറ്റ് എത്തിച്ചേരുമോ എന്നാണ് അറിയാനുള്ളത്. ഒപ്പം തന്നെ CPIയുടെ നേതൃയോഗം, അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീജിത്ത്? അവിടെയും ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ പ്രതികരണം വരുന്നുണ്ട്. നമുക്ക് തന്നെ 2 നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളുണ്ട്. അനുജ, CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഉച്ചവരെ ഉണ്ടായിരുന്നത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് കടക്കുകയാണ്. എക്സിക്യൂട്ടീവാണ് ഒരു പരമാധികാര ബോഡി, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നേതൃശ്രേണി എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റ് ഉണ്ടെങ്കിലും സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾക്ക് എക്സിക്യൂട്ടീവിൻ്റെ അംഗീകാരം കൂടി വേണ്ടതുണ്ട്. അതുകൊണ്ട് എക്സിക്യൂട്ടീവിൽ നടക്കുന്ന ചർച്ചയായിരിക്കും ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. CPI സമീപകാലത്തൊന്നും നേരിട്ടില്ലാത്ത വിധം ഒരു തോൽവിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 17 MLAമാരുണ്ടായിരുന്ന പാർട്ടി നേരെ വീണിരിക്കുന്നത് 8 സീറ്റിലേക്കാണ്. അതായത് ഏതാണ്ട് പകുതിയോളം സീറ്റ് മാത്രമേ നേടാനായുള്ളൂ. 25 സീറ്റിലാണ് മത്സരിച്ചത്. ആ സ്ഥാനാർത്ഥി നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ നേതൃത്വത്തിന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു. രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ CPIMന്റെ മുന്നിൽ യഥാസമയം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ തിരുത്തുന്നതിൽ അടക്കം നിരവധി കാര്യങ്ങൾ വീഴ്ച വന്നു. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വവും ആരോപണങ്ങളാലും വിമർശനങ്ങളാലും ശരവിനാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളായിരിക്കും എക്സിക്യൂട്ടീവ് യോഗത്തിലും ആവർത്തിക്കാൻ പോകുന്നത്. ഒരു കാര്യം കൂടി ശ്രീജിത്ത്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്നതിലൊരു നിർണായക തീരുമാനം ഇന്നുണ്ടാകുമോ?
പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുന്നണിയെ നയിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യമാണ് പാർട്ടിക്കകത്ത് ഉയരുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ അത്തരം തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല കോണിലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. എന്നാൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. 10-11 തീയതികൾ CPIMന്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ ചേരുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ പോളിറ്റ് ബ്യൂറോ ചേരുന്നത്. ഒരുപക്ഷെ അതിനുശേഷമോ തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്ന കാര്യത്തിലൊരു വ്യക്തത വരാനുണ്ട്. എന്തായാലും 4 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ MP ഗോവിന്ദന്റെ പ്രതികരണത്തിലൂടെ ഇക്കാര്യത്തിനൊരു ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് തീർച്ചയായും മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ഉന്നയിക്കും. അപ്പോൾ എന്താണ് സെക്രട്ടറി പറയാൻ പോകുന്നത്? അതിലൊരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തോന്നുന്നു. സെക്രട്ടറി ലളിതമായി പറയണമെന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ശൈലി ഒക്കെ മാറ്റണം എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെയും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.